വെൽക്കം ബാക്ക്. നമ്മൾ ഇനി അടുത്ത ടോപ്പിക്കാണ് പഠിക്കാൻ പോകുന്നത്, റിമൈൻഡർ തിയറം. റിമൈൻഡർ തിയറം. അപ്പോൾ നമ്മൾ ആദ്യം ജസ്റ്റ് ഒരു എക്സാമ്പിൾ വെച്ച് പറയാണ്. നമുക്കറിയാം, നമ്മൾ പണ്ട് പഠിച്ചതാണ് ഡിവിഷൻ അല്ലേ. ഡിവിഷനിൽ ഞാനിപ്പോൾ ഡിവൈഡ് ചെയ്യാൻ പോവാണ്. ഒരു നമ്പർ മറ്റൊരു നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്യാൻ പോവാണ്. ഫോർ എക്സാമ്പിൾ ഞാൻ ചെയ്യാൻ പോകുന്നത് 15 ഡിവൈഡഡ് ബൈ 2 ചെയ്യാണ്. ഓക്കെ, 15 ഡിവൈഡഡ് ബൈ 2 ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 15 ഡിവൈഡഡ് ബൈ 2ൽ എത്ര പ്രാവശ്യം 15 വരുന്നുണ്ട്? 7 ടൈംസ്, ദാറ്റ് ഈസ് 14. നമുക്ക് റിമൈൻഡർ എന്ത് കിട്ടി? 1 കിട്ടി. ഇനി നമുക്കൊരു റിലേഷൻഷിപ്പ് അറിയാം. എന്താണ് ഡിവിഡൻറ്റ് എന്ന് പറയുന്നത്? ഡിവിഡൻറ്റ് ഈസ് ഈക്വൽ ടു ഡിവൈസർ into quotient പ്ലസ് റിമൈൻഡർ ആണെന്ന്. ഓക്കെ, ഇതിലെ ഡിവിഡൻറ്റ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഡിവിഡൻറ്റ് ഉള്ളിലുള്ള ആളെയാണ് ഡിവിഡൻറ്റ് എന്ന് പറയുന്നത്. ഇനി ഈ പുറത്ത് നമ്മൾ ആരാണോ ഡിവൈഡ് ചെയ്യുന്നത് അയാളെ നമ്മൾ പറയുന്നതാണ് ഡിവൈസർ. മുകളിൽ കിട്ടുന്ന ആൻസറാണ് നമ്മുടെ കോഷ്യൻറ്റ് ആൻഡ് താഴെ വരുന്നതാണ് നമ്മുടെ റിമൈൻഡർ. ഇത് നമുക്ക് ഓൾറെഡി പണ്ട് ക്ലാസ്സുകളിൽ പഠിച്ചിരിക്കുന്നതാണ് ഈ ഒരു റിലേഷൻഷിപ്പ്. അപ്പോൾ നമുക്ക് നമ്പേഴ്സ് വെച്ച് സുഖമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലേ. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, നമുക്കൊരു പോളിനോമിയലിനെ മറ്റൊരു പോളിനോമിയൽ വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? യെസ്, പറ്റും. 2 മെത്തേഡാണ് നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ പഠിക്കാനുള്ളത്. ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 മെത്തേഡ്. ഫസ്റ്റ് മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ ലോങ് ഡിവിഷൻ മെത്തേഡാണ്. ലോങ് ഡിവിഷൻ മെത്തേഡ്. നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നതാണ് റിമൈൻഡർ തിയറം വെച്ച്. റിമൈൻഡർ തിയറം വെച്ച്. ഓക്കെ, അപ്പം നമുക്ക് ഫസ്റ്റ് ലോങ് ഡിവിഷൻ മെത്തേഡ് വെച്ച് എങ്ങനെ ഒരു പോളിനോമിയലിനെ ഡിവൈഡ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. എക്സാമ്പിൾ 6ലെ പ്രോബ്ലമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. എക്സാമ്പിൾ 6ലെ. ഓക്കെ, അത് ക്വസ്റ്റ്യൻ ഇതാണ്, ഡിവൈഡ് പി ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ്. ഓക്കെ, പി ഓഫ് എക്സ് ആണ് നമ്മുടെ ഡിവിഡൻഡ് ആൻഡ് ജി ഓഫ് എക്സ് ആണ് നമ്മുടെ ഡിവൈസർ. ഓക്കെ, ഡിവൈസർ. ഓക്കെ ഓക്കെ അപ്പോൾ നമുക്ക് നമ്മുടെ വാല്യൂസ് ഒന്ന് ഇട്ട് കൊടുക്കാം. പി ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് where p of x is equal to x plus 3x square minus 1 and g of x is equal to 1 minus x. 1 minus അല്ല, 1 plus x. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ചെയ്യുന്നതിന് മുൻപ് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എപ്പോഴും പി ഓഫ് എക്സിലെയും ജി ഓഫ് എക്സിലെയും വാല്യൂസിന് കുറച്ച് പ്രത്യേകതയുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡിഗ്രി ഡിസെൻഡിങ് ഓർഡറിൽ എഴുതണം. അതായത് ഇവിടെ ഡിഗ്രി കൂടിയത് ആർക്കാ? 3x² ആണ്. പിന്നെ വരേണ്ടത് ആരാ? എക്സ്. അതിനുശേഷം നമ്മുടെ കോൺസ്റ്റൻറ്റ് -1. ഓക്കെ, അതുപോലെ തന്നെ ജി ഓഫ് എക്സിൽ ഡിഗ്രി കൂടിയത് എക്സ് ആണ്. അതിന് ശേഷമാണ് 1 വരാവുള്ളൂ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്താ ചെയ്യുക? ഫസ്റ്റ് സ്റ്റെപ്പിൽ അറേഞ്ച് ചെയ്യുക. ഓക്കെ, അറേഞ്ച് അക്കോർഡിംഗ് ടു ദി ഡിഗ്രി ഓഫ് പോളിനോമിയൽ. ഡിഗ്രി ഓഫ് പോളിനോമിയൽ. അപ്പോൾ നമ്മുടെ പി ഓഫ് എക്സ്, പുതിയ പി ഓഫ് എക്സ് എന്തായി? പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 3x² പ്ലസ് എക്സ് മൈനസ് 1 എന്ന് കിട്ടി. അതുപോലെ നമ്മുടെ ജി ഓഫ് എക്സ് എന്തായി? ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് 1 ആയി. ഓക്കെ, ഇനി നമ്മൾ ലോങ് ഡിവിഷൻ മെത്തേഡ് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാൻ പോവുകയാണ്. സോ 3x² പ്ലസ് എക്സ് minus 1 divided by x plus 1. അപ്പോൾ നമ്മൾ സാധാരണ ഡിവിഷനിൽ നമ്മൾ എന്താ ചെയ്യുക? ഈ ഒരു ഫാക്ടറിനെ നമ്മൾ കളയാണ്
ചെയ്യാം അല്ലേ. ഈ ഒരു ഫാക്ടറിനെ കളഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക, രണ്ട് ഫാക്ടേഴ്സിനെ മൈനസ് ചെയ്തിട്ട് അങ്ങനെ ചെയ്ത് പോവുക ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ 3x² ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ താഴെ ആരെ കിട്ടണം, നമുക്കിവിടെ 3x² തന്നെ കിട്ടണം. അപ്പോൾ ഈ 3x² കിട്ടണമെങ്കിൽ ഞാൻ എത്ര ടൈംസ് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും, ഈ ഒരു ഡിവൈസറിനെ എത്ര വച്ച് മൾട്ടിപ്ലൈ ചെയ്താലാണ് എനിക്കൊരു 3x² കിട്ടുന്നതെന്ന് നോക്കും. അതായത് ഓൾറെഡി ഇവിടെ എക്സ് ഉണ്ട്, ഓൾറെഡി ഇവിടുന്ന് എക്സ് ഉണ്ട്, ബാക്കി ആരാ ഇല്ലാത്തത്, 3 ഇല്ല, എക്സ് ഇല്ല അല്ലേ. അപ്പോൾ ഞാനിവിടെ എത്ര ആഡ് ചെയ്യണം, 3x ആഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 3xനെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക, യെസ് 3x² അല്ലേ. 3x ഇൻറ്റു എക്സ് എന്ന് പറയുന്നത് 3x² ആണ്. അതുപോലെ തന്നെ 3x ഇൻറ്റു 1, നമുക്ക് ഈ 3x ഈ എക്സിന് മാത്രമല്ല ഈ ഒരു 1നും കൂടി എന്താണ്, അതിനെയും കൂടി അത് ഡിപ്പെൻഡൻ്റ് ആണ് അല്ലേ. അപ്പോൾ 3x ഇൻറ്റു എക്സ് ചെയ്യണം, അതുപോലെ തന്നെ 3x ഇൻറ്റു 1. 3x ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ എന്താണ്, 3x തന്നെ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, പ്ലസ് 3x എന്ന് കിട്ടി. ഇനി ഈ രണ്ട് വാല്യൂസും നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ മൈനസ് ചെയ്യണോ അല്ലേ. നമുക്കറിയാം ഡിവിഷനിൽ ചെയ്യുമ്പോൾ രണ്ട് വാല്യൂസിനെ നമ്മൾ എന്ത് ചെയ്യുക, മൈനസ് ചെയ്യുക അല്ലേ. അപ്പോൾ ഇതിനെ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഇവിടെ 0 കിട്ടും. 3x² മൈനസ് 3x² എന്താണ്, 0. ഇനി അടുത്ത ഈ ഒരു എക്സ് മൈനസ് 3x അല്ലേ, നമുക്കിവിടെ സൈഡിൽ ചെയ്ത് നോക്കാം. എക്സ് മൈനസ് 3x നമുക്ക് എന്താ കിട്ടാം, മൈനസ് 2x കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എഴുതാണ് മൈനസ് 2x എഴുതി. ഇനി മുകളിലുള്ള ഇയാളെ എന്ത് ചെയ്യും, നമ്മൾ താഴത്തേക്ക് ഇറക്കി എഴുതാണ്. അതെന്താണ്, -1. ഓക്കെ, ഇനി നമ്മൾ ആരെ കളയേണ്ടെങ്കിൽ മൈനസ് 2xനെയാണ് നമുക്ക് കളയേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞതുപോലെ ഇവിടെ ആരുണ്ട്, നമ്മുടെ എക്സ് ഉണ്ട് അല്ലേ, എക്സ് ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഓൾറെഡി ഒരു എക്സ് ഉണ്ട്. ഇനി ആരെ ഇല്ലാത്തത്, നമുക്ക് -2 ആണ് അല്ലേ, -2 ആണ് ഇല്ലാത്തത്. എക്സ് ഇവിടെ ഓൾറെഡി കിടക്കുന്നുണ്ട്, നമുക്ക് ഇല്ലാത്തത് ആരാ, -2 ആണ് ഇനി ഇല്ലാത്തത്. അപ്പോൾ നമ്മൾ എത്ര ആഡ് ചെയ്താൽ മതി, മുകളിൽ എത്ര വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അങ്ങനെ കിട്ടാനായിട്ട്, നമ്മൾ -2 വെച്ച് മൾട്ടിപ്ലൈ. നോക്കിക്കേ, -2 ഇൻറ്റു എക്സ് എന്താണ്, -2x. ഓക്കെ, അതുപോലെ തന്നെ -2 ഇൻറ്റു 1 എന്താണ്, -2 തന്നെ. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു -2x -2x. ഇവിടെ ഓൾറെഡി ഒരു മൈനസ് ഉള്ള കാര്യം മിസ്സാവരുത് കേട്ടോ. ഇവർ രണ്ടുപേരെയും നമ്മൾ മൈനസ് ചെയ്യുക. അപ്പോൾ -2x -2x, അപ്പോൾ അതെന്താ, 0 ആണ്. ഇനി മറ്റേതിൽ എന്താണ്, -1 -2 അല്ലേ, -1 -2. അപ്പോൾ മൈനസ് ഒരുമിച്ച് വന്നാൽ പ്ലസ്. അപ്പോൾ -1 + 2, -1 + 2 എന്താണ്, 1 അല്ലേ. ഇവർ തമ്മിൽ മൈനസ് ചെയ്യുക. കാരണം രണ്ട് പേരുടെ സൈൻസ് ഡിഫറെൻ്റ് ആയി കഴിഞ്ഞാൽ ഇവിടെ എന്താണോ ഓപ്പറേഷൻ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ മൈനസ് ആണ്, ഇയാൾക്ക് പ്ലസ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഓപ്പറേറ്റർ എന്ത് ചെയ്യണം, മാറ്റണം. പ്ലസ് ചെയ്യുന്നിടത്ത് മൈനസ് ആണ് ചെയ്യുക. അപ്പോൾ 2 - 1 കിട്ടി കേട്ടോ. അപ്പോൾ നമുക്ക് +1. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ആൻസർ കിട്ടി. അപ്പോൾ നമ്മുടെ P(x) എന്തായിരുന്നു, P(x) = 3x² പ്ലസ് x - 1 ആണ് നമ്മുടെ G(x) മീൻസ് നമ്മുടെ ഡിവൈസർ എന്താണ്, x + 1. ഇനി നമ്മുടെ Q(x) എന്ന് പറഞ്ഞാൽ കോഷ്യൻ്റ് ആണ് കേട്ടോ. ഇതാണ് നമ്മുടെ കോഷ്യൻ്റ് എന്താ നമുക്ക് കിട്ടിയത്, 3x - 2 ആണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമ്മുടെ റിമൈൻഡർ എന്താണ്, റിമൈൻഡറിനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് R(x) വെച്ചാണ് കേട്ടോ. R(x) = എന്താ കിട്ടിയത്, 1. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ലോങ് ഡിവിഷൻ മെത്തേഡ് വെച്ചിട്ട് നമ്മൾ റിമൈൻഡർ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതുപോലെ തന്നെ ഒരു ലോങ് ഡിവിഷൻ മെത്തേഡ് വെച്ചിട്ട് ഒരു ക്വസ്റ്റ്യനും കൂടി ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് എക്സാമ്പിൾ 7 ആണ് കേട്ടോ. എക്സാമ്പിൾ 7ൽ നമുക്ക് തന്നിരിക്കുന്നത് P(x) = 3x⁴ - 4x³ -3x - 1 ആൻഡ് G(x) തന്നിരിക്കുന്നത് x - 1 ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു, അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ അറേഞ്ച് ചെയ്യുമ്പോൾ ഓൾറെഡി അറേഞ്ച്ഡ് ആണ്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ഇവിടെ എന്താണ്, x² ഡിഗ്രി 2ൻ്റെ ഒരു വാല്യൂ ഇല്ല.
അപ്പോൾ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ എളുപ്പത്തിന് നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ പി ഓഫ് എക്സിനെ ഒന്ന് മാറ്റി എഴുതാണ് കേട്ടോ. അപ്പോൾ പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു നമുക്ക് എന്തെഴുതാം, 3x⁴ മൈനസ് 4x³ ഇനി നമുക്ക് ആരെയാണ് വേണ്ടേ, x² ടേം. പക്ഷേ x² ടേം ഇവിടെ ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ അതിന് പകരം എന്ത് ചെയ്യും, പ്ലസ് 0x² എന്ന് കൊടുക്കും. 0x² എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താണ്, 0 തന്നെയാണ് കേട്ടോ. ഇത് നമുക്ക് ഡിവിഷൻ, ലോങ് ഡിവിഷൻ ചെയ്യുമ്പോൾ എല്ലാ ഡിഗ്രീസും ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ x² ഇവിടെ ഇല്ലാത്തതുകൊണ്ട് 0x² എന്ന് ഇട്ടത് കേട്ടോ. നിങ്ങൾക്ക് ഞാൻ ആ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ, ലോങ് ഡിവിഷൻ ചെയ്യുമ്പോൾ മനസ്സിലാവും എന്തുകൊണ്ടാണ് ഈ 0x² ഇട്ടതെന്ന്. ഓക്കെ, മൈനസ് 3x മൈനസ് 1 എന്ന് കൊടുക്കാം. g of x കുഴപ്പമില്ല, എല്ലാം അറേഞ്ച്ഡ് ആണ്. സോ x മൈനസ് 1. ഓക്കെ, സോ നമുക്ക് ഡിവിഷൻ ചെയ്യാം. 3x⁴ മൈനസ് 4x³ പ്ലസ് 0x² മൈനസ് 3x മൈനസ് 1 ആണ്. ഡിവൈഡഡ് ബൈ x മൈനസ് 1 വന്നു. ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ നമുക്കിവിടെ 3x⁴ ആണ് കിട്ടുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇവിടെ ഓൾറെഡി എന്തുണ്ട്, ഒരു എക്സ് ഓൾറെഡി ഇവിടെ ഉണ്ട്, മനസ്സിലായോ? അപ്പോൾ എത്ര എക്സ് ഇല്ല, 3 എക്സും ഇല്ല, ഈ 3യും ഇല്ല. അപ്പോൾ ഞാനിവിടെ എത്ര മൾട്ടിപ്ലൈ ചെയ്യണം എനിക്ക് x⁴ കിട്ടാനായിട്ട്? ഇവിടെ ഇല്ലാത്തത് 3 ഇല്ല, x³ ഇല്ല. അപ്പോൾ ഇവിടെ എന്തായിരിക്കും മൾട്ടിപ്ലൈ ചെയ്യുക, 3x³. ഓക്കെ, 3x³ മൾട്ടിപ്ലൈ ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും, ഇവിടെ 3x³ ഇൻറ്റു എക്സ് എന്തായി, 3x⁴ ആയി. ഇനി 3x³ ഇൻറ്റു -1, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ രണ്ട് പേർക്കും ഡിപ്പെൻഡൻ്റ് ആണ് നമ്മളിവിടെ ആഡ് ചെയ്യുന്നത്. രണ്ട് പേരെയും വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ 3x³ ഇൻറ്റു -1 എന്ന് പറഞ്ഞാൽ എന്താ, -3x³ ആണ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എന്ത് വാല്യൂ കിട്ടും, ഇവിടെ നമുക്കറിയാം ഇവിടെ ഓൾറെഡി ഇവരെ മൈനസ് ചെയ്യണം എന്നുള്ളത് ഓർക്കണേ. 3x⁴ മൈനസ് 3x⁴ എന്താണ്, 0. ഇനി മൈനസ് 4x³ മൈനസ് ഈ മൈനസ് ആണ് ഇട്ടേക്കണേ കേട്ടോ. ഇനി മൈനസ് 3x³. ഓക്കെ, വീണ്ടും നമുക്കിവിടെ എന്താ, മൈനസ് ഒരുമിച്ച് വരുമ്പോൾ നമ്മളത് എന്ത് ചെയ്യും, പ്ലസ് ആക്കും. അപ്പോൾ -4x³ പ്ലസ് 3x³. വീണ്ടും നമ്മൾ എന്താ ഇവിടെ സൈൻ രണ്ടും ഡിഫറെൻ്റ് ആയതുകൊണ്ട് ഇവർ ഈ നടുക്ക് എന്താ ചെയ്യേണ്ടത്, നമ്മളതിനെ സബ്ട്രാക്ട് ചെയ്യുക അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 4x³ മൈനസ് 3x³ ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്താ കിട്ടുക, -x³ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ -x³ ഇട്ടു. ഓക്കെ, -x³. ഇനി അടുത്ത നമ്പർ ഏതാ, പ്ലസ് 0x² ആണ്. ഓക്കെ, പ്ലസ് 0x². ഇനി വീണ്ടും നോക്കാം, നമുക്ക് -x³ ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമുക്ക് താഴെ എന്ത് വേണം, -x³ വേണം. അപ്പോൾ ഇവിടെ ആകെ ഒരു എക്സേ ഉള്ളൂ. അപ്പോൾ ഏതൊക്കെയാണ് ഇല്ലാത്തത്, മൈനസ് ഇല്ല, പിന്നെ ഒരു എക്സും മിസ്സിംഗ് ആണ് അല്ലേ, സോറി എക്സ് അല്ല, x² മിസ്സിംഗ് ആണ്. അപ്പോൾ -x² ഇൻറ്റു എക്സ് നമുക്ക് എന്ത് കിട്ടും, -x³. അതുപോലെ -x² ഇൻറ്റു -1 എന്താണ്, മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ്, അപ്പോൾ പ്ലസ് x² എന്ന് കിട്ടി. അപ്പോൾ മനസ്സിലായോ എന്തുകൊണ്ട് അവിടെ 0x² ഇട്ടതെന്ന്? അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്കൊരു തെറ്റ് പറ്റാൻ ചാൻസ് ഉണ്ട്. നമ്മൾ -3x താഴത്തേക്ക് എടുത്ത് എഴുതും, കുഴപ്പമില്ല അങ്ങനെ എഴുതിയെന്ന് വെച്ച്, പക്ഷേ ആ ഒരു അറേഞ്ച്മെൻറ്റിന് വ്യത്യാസം വരുമ്പോൾ കുറച്ച് ഡൗട്ട് ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തേക്കണേ കേട്ടോ. അപ്പോൾ ഇവർ രണ്ടുപേരെയും നമ്മൾ വീണ്ടും എന്ത് ചെയ്യും, മൈനസ് ചെയ്യും. അപ്പോൾ ഇവിടെ എന്തായാലും 0 പ്ലസ് ഇവിടെ എന്ത് കിട്ടും, 0x² മൈനസ് x². 0x² മൈനസ് x² എന്താണ്, -x² തന്നെയാണ് കേട്ടോ, -x². അപ്പോൾ നമ്മൾ എന്ത് എഴുതും, ഇവിടെ പ്ലസ് അല്ല, അപ്പോൾ അവിടെ -x² എന്നാണ് വരിക കേട്ടോ, -x². ഇനി നമ്മൾ ആരെ എടുത്തെഴുതും, താഴത്തേക്ക് -3x എടുത്തെഴുതാം, -3x. വീണ്ടും നമുക്കിവിടെ -x² ആണ് വേണ്ടത്. നമുക്ക് മുകളിലാകെ എക്സേ ഉള്ളൂ. അപ്പോൾ എന്തൊക്കെയാണ് ഇല്ലാത്തത്, മൈനസ് ഇല്ല, ഒരു എക്സ് ഇല്ല അല്ലേ. അപ്പോൾ നമ്മൾ -x ആണ് കൊടുക്കുക. അപ്പോൾ -x ഇൻറ്റു എക്സ് എന്താ കിട്ടുക, -x ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ -x². ഇനി -x ഇൻറ്റു -1 എന്താണ്, പ്ലസ് എക്സ്. ഓക്കെ, മൈനസ് ഇൻറ്റു മൈനസ്, അപ്പോൾ പ്ലസ് ആയിട്ടോ. അപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടും, ഇവിടെ 0 കിട്ടി. ഇവിടെ എന്താ കിട്ടുക, -3x മൈനസ് എക്സ്. ഇവിടെ ഒരു മൈനസ് ഉണ്ട് കേട്ടോ, ഡിവിഷൻ ചെയ്യുമ്പോൾ ഇവർ തമ്മിൽ മൈനസ് ചെയ്യും. അപ്പോൾ -x എന്ന് പറഞ്ഞാൽ -3x - x എന്ന് പറഞ്ഞാൽ എന്താണ്, -4x ആണ്.
ഓക്കെ, മൈനസ് ആണ് വലിയ 3 മൈനസ് 3x ആണ് വലുത്, സോ -2. അപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടും ആൻസർ? -4x കിട്ടും. ഇനി ബാക്കി എന്താണ്? -1. അപ്പോൾ ഇനി നമുക്ക് ആരെയാണ് വേണ്ടത്? നമുക്കിവിടെ ആകെ എക്സ് മാത്രമേ ഉള്ളൂ. നമുക്ക് ആരെ വേണം? -4x. അപ്പോൾ ആരാ മിസ്സിങ്? -4 ആണ് മിസ്സിങ് അല്ലേ? അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക? -4 ഇട്ട് കൊടുത്തു. അപ്പോൾ -4 ഇൻറ്റു എക്സ് എന്തായി? -4x. അതുപോലെ -4 ഇൻറ്റു -1 +4 കിട്ടി. അപ്പോൾ എന്ത് കിട്ടി? നമുക്ക് ഇവിടെ 0 തന്നെയായി. ഇവിടെ എന്താ? -1 -4. -1 -4 എന്തായിരിക്കും? -5 കിട്ടും കേട്ടോ. സോ നമ്മുടെ റിമൈൻഡർ -5. ഓക്കെ, അപ്പോൾ നമ്മുടെ പി ഓഫ് എക്സ് എന്തായി? പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 3x⁴ -4x³ +0x² -3x -1. ഈ x², 0x² ഇല്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. സോ ഇതായിരുന്നു നമ്മുടെ പി ഓഫ് എക്സ്. പിന്നെ നമ്മുടെ ജി ഓഫ് എക്സ് എന്തായിരുന്നു? ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു x-1 ആണ്. ആൻഡ് ക്യൂ ഓഫ് എക്സ് കിട്ടിയത് എന്തായിരുന്നു? ക്യൂ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 3x³ -x² -x-4 ആണ്. ആൻഡ് അവർ ആർ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു -5. അപ്പോൾ നമുക്ക് റിമൈൻഡർ എത്ര കിട്ടി? -5 കിട്ടി കേട്ടോ.